അർജുന്റെ കുടുംബത്തെ കണ്ട് നിലവിലെ സാഹചര്യങ്ങൾ ധരിപ്പിച്ചുവെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതലയിലുള്ള ഓഫീസറുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അങ്കോലയിൽ റെഡ് അലർട്ടാണ് ഉള്ളത്. തിരച്ചിലിനെ പ്രതികൂലമായാണ് ബാധിക്കുന്നതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ശ്യാം പ്രസാദ് ഉത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, കുടുംബത്തെ കണ്ടിരുന്നു? യെസ്, ഞാൻ അവരെ അച്ഛൻ, അമ്മ, വൈഫിനെ ഞാൻ സംസാരിച്ചു. അവർക്ക് ഞാൻ ആശ്വാസം കൊടുത്തു. നമുക്ക് സൈഡിലെ എല്ലാ സപ്പോർട്ടും കോർഡിനേഷൻ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ജില്ലാ ഇൻചാർജ് മന്ത്രിയും എല്ലാവരും ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് സൈഡിൽ ഞാനും അവരൊക്കെ ഉത്തർ കന്നഡ ജില്ലയിലെ കളക്ടർമാരും അവരുടെ ടീമിൽ നേരിട്ട് സംസാരിച്ചായിരുന്നു. സോ വി ഹാവ് സം ഐഡിയ അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ്. അത് നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് റെസ്ക്യൂ ഓപ്പറേഷനാണ്. അതിൻ്റെ ഞാൻ അവർക്ക് അവർ അറിയിച്ചു ദാറ്റ് അവർ റെഡ് സോൺ ഉണ്ട്, റെഡ് അലർട്ട് ഉണ്ട് അവിടെ. സോ അതുകൊണ്ട് ഇറ്റ്സ് ഗെറ്റിംഗ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു റിക്കവർ ദ ബോഡീസ് ആൻഡ് ഫൈൻ. ബട്ട് അവർ എഫേർട്ട് ഫുൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഭയങ്കര പ്രഷറുള്ള സിറ്റുവേഷനാണ് അവിടെ. ഞാൻ ആ ആശ്വാസം കൊടുത്തു. പിന്നെ ഗവൺമെൻറ് സൈഡിലെ ഏത് സപ്പോർട്ടാണെങ്കിൽ നമുക്ക് വില്ലിംഗ് ആണ്. ഏത് സമയമാണെങ്കിൽ നമുക്ക് ഫുൾ സപ്പോർട്ട് നമുക്ക് സൈഡിൽ കൊടുക്കാം. കുടുംബം പറയുന്നത് ഫോൺ ഉൾപ്പെടെ റിങ് ചെയ്യുന്നുണ്ട് എന്നത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം പങ്കുവെക്കുന്ന മറ്റ് ആശങ്കകൾ എന്തൊക്കെയാണ്? യെസ്. സോ അതിൽ ഈ ഇൻഫർമേഷൻ അവർക്ക് ഫീൽഡ് ടീമിലേക്ക് അത് വേണ്ടി വരും. സോ ദാറ്റ് ദേ ക്യാൻ ഐഡൻറ്റിഫൈ മൊബൈൽ ഫോൺസ്. അതുകൊണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഹെൽപ്പ് ആവും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൈമാറാൻ കഴിഞ്ഞു. യെസ്. അപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ഫോർ മീ ടു കമൻറ്റ് ഓൺ ദിസ്. അത് ആ സമയത്ത് അവിടെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അത് അവർ ലോക്കൽ ടീമിലേക്ക് മാത്രം അവർക്കറിയാം. ഓക്കെ. എന്തായാലും കുടുംബത്തെ ആശ്വസിപ്പിച്ച് കളക്ടർ മടങ്ങുകയാണ്. അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് കളക്ടറും പങ്കുവയ്ക്കുന്നത്.